എൻ്റെ മൂന്നാറുള്ള സ്ഥലത്തായിരുന്നു ഈ ആഷിഖും കംപ്ലീറ്റ് ടീം. ആഷിഖിൻ്റെ കംപ്ലീറ്റ് സംഘവും അവിടെയായിരുന്നു. എനിക്ക് നിർഭാഗ്യവശാൽ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ അന്ന് റിമ വന്നിരുന്നു. 22 ഫീമെയിൽ കോട്ടയം എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വന്നത്. എനിക്ക് റിമ പിറ്റേ ദിവസം അവിടെ നിന്ന് പോയി. പക്ഷേ ആഷിഖും ഫുൾ ടീമും അവിടെ അടുത്തൊരു പടത്തിൻ്റെ സ്റ്റോറി ഡിസ്കഷനുമായിട്ട് അവിടെ കുറേ ആളുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രേമബന്ധം ഉണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് റിമയായിരിക്കും തൻ്റെ ഭാവി വധു എന്ന് ആഷിഖിൻ്റെ മനസ്സിലുണ്ടോ, റിമയുടെ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ ആഷിഖിനെ വിവാഹം കഴിക്കും? കാരണം ഇത് ഞാൻ അറിഞ്ഞില്ലേ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടിയെത്തിയാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്നത് നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നുള്ളത്. അപ്പം അതൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം. അറിയാത്ത ഭാഗ്യം അത് കലക്കാൻ വന്നേനെ. അത് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അത് ബാബുവേട്ടനുള്ള മറുപടിയാണ്. കാരണം ഇത്രയധികം ടെൻഷൻ ആ കാര്യത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. മാത്രമല്ല പുള്ളി അറിയിക്കാതെ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തിയല്ലോ എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ വന്ന് ആദ്യം വെച്ച് ചിക്കൻ കറിയാണ് പുള്ളി. ഞാനും ബാബുരായും കൂടെ ഉഗ്രം കുക്കാണ് പുള്ളി. ഞാനും ബാബുരായും കൂടെ എൻഫീൽഡിൽ കല്ലൂർ മാർക്കറ്റിൽ പോയി പച്ചക്കറിയും കുറച്ച് സവാളയും കോഴിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളിവിടെ ചെന്ന സ്വാഭാവികമായിട്ടും ബാബുരാജ് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഈ മാർക്കറ്റിലുള്ള ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം പതിവായിട്ട് ഗുണ്ടയായിട്ട് അഭിനയിക്കുന്ന ആളായതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷേ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ അയാളുടെ അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. ബാബുവേട്ടൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അപ്പുറത്തെ ഇറച്ചിക്കടയിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഇവരായിട്ട് സംസാരിക്കും. പുള്ളി വളരെ, അതായത് ഒരു സവാളയോ പച്ചമുളകോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ തക്ക വിവരമുണ്ട് ബാബുവേട്ടൻ. മറ്റു പല കാര്യങ്ങളിലും വിവരക്കുറവുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ വിവരമുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇല്ലില്ല, നമ്മുടെ തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് വിവരമില്ല എന്നുള്ളത്. പുള്ളിക്ക് നല്ല വിവരമുള്ള ആളാണ്. അത് ആഷിക്ക് തിരിച്ചറിഞ്ഞു. എനിക്കത് പക്ഷെ അത്ര വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പം പുള്ളി ഒരു ചോദ്യം ചോദിച്ചത്. 22 അല്ല, അത് പുള്ളിയുടെ ടെൻഷനാണ്. കാരണം ഇത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ടെൻഷൻ. അതായത് ഒരു വാചകം പോലും നീ പറഞ്ഞില്ലോടാ എന്നുള്ള ഒരു പരാതിയും പരിദേവനമാണ്. അതെ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കാൻ ഇനിയിപ്പോ എന്താന്നുള്ള ആലോചനയിൽ അതൊന്നും അല്ല. നമ്മൾ കുറെ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന അതായിരിക്കും. ഇനി അങ്ങനെ തന്നെ ലഘൂകരിക്കേണ്ട കാര്യമില്ല. ആഷിക്ക് ഈ സെലിബ്രിറ്റി മാരേജസിന് ഒരുപാട് തകരാറുണ്ട്. ഇൻവെർട്ടർ കോമ, അതായത് റൂമർ മോങ്കറിങ്. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറയും അയ്യോ താലി കെട്ടിട്ടില്ലല്ലോ, അതിന് മുമ്പ് തന്നെ പിരിക്കുന്നത് വേണം ചോദിച്ചത്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ സെലിബ്രിറ്റി ആകുമ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് രഹസ്യത, പ്രൈവസി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു വലിയ റിസ്ക് ഇതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ആഷിക്ക് റിമി രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും ഒരു പോരായ്മ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റിമിക്ക് ആഷിക്കിനോട് തല്ലുകൂടുന്നൊരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അഥവാ ആ തല്ലുകൂടുന്ന സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ടൊരു തല്ല് കൂടിക്കഴിഞ്ഞാൽ വേണേൽ ആൾക്കാർ പറയും ഇതെന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. ഇതൊന്നും വേണമെന്നില്ല, അല്ലാതെയും പറയും. ഞാനിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് തന്നെയും ഇത് ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ ബാബുരാജ് ശ്രദ്ധിച്ചിരിക്കും. മൂപ്പർ വീണ്ടും വരുന്നു. ഇതെനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇത് നോക്കിക്കോളൂ. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നു, എല്ലായിടത്തും കേൾക്കുന്നു നിങ്ങൾ തമ്മിൽ പിരിയാൻ പോവുകയാണ്, പിരിഞ്ഞു, ഇത് കഴിഞ്ഞാൽ പിരിയും. എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിനകത്ത്? ഒന്ന് തുറന്നു പറഞ്ഞാൽ കൊള്ളാം. കാരണം നിങ്ങളായിട്ട് നമ്മുടെ സ്ഥലത്ത് വെച്ച് യോജിച്ച ആൾക്കാർ ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ അവർ വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആഷിക്ക്, ഇത് വേറെ ഏതെങ്കിലും എന്താ മുസീബത്ത് പിടിച്ചോ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ബാബുരാജ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെതായ ഭംഗിക്കെടുക്കുന്നു. അല്ലെ, ഇത് ഇപ്പൊ സ്ഥാനത്തേക്കാണ് ഇപ്പം സ്വന്തം സ്ഥലത്ത് വെച്ച് നമ്മൾ ചോദിച്ചു എന്നുള്ളത് അത് പുതിയ അറിവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വാർത്തയും വായിക്കും. കാരണം എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അത് വായിക്കുക, അത് കളയും, അത്രേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരു ആഗ്രഹം വേറെ ആർക്കും വേണ്ടതില്ല. അല്ലതാ സമയം ആവുന്ന സമയത്ത് ആയിക്കോട്ടെ. അല്ല ഇപ്പോഴേ ഇങ്ങനെ അതല്ലേ അങ്ങനെ. ആഷിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ
ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരുപക്ഷെ ഏത് തുറയിലും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യം. അതൊരു ഒക്കുപേഷണൽ ഹസാർഡാണ്. അതിനപ്പുറത്തേക്കൊന്നും അതിനെ കാണുന്നില്ല. കാണേണ്ട കാര്യമില്ല. എന്തായാലും ബാബുരാജ് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ച് നിങ്ങൾ വ്യക്തമാക്കി. ബാബു രണ്ടുപേരും വളരെ സന്തോഷവാനായിട്ട് ഇവിടെ ഈ പരിപാടിയിൽ ബാബു ആ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. അതാണ്